യെസ് മഞ്ജുഷ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഐബോർഡിന്റെ ആക്യുറസി ഉപയോഗിച്ച് അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള നീക്കമാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യ, സ്വാഭാവികമായും ഡ്രോൺ സാങ്കേതിക വിദ്യ അവിടെ വേണ്ടിവരും. കാരണം പുഴയ്ക്ക് മുകളിലൂടെ പറന്ന് നിരീക്ഷിച്ച സാഹചര്യങ്ങൾ കൃത്യത വരുത്താൻ സ്വാഭാവികമായും അത്തരം സംവിധാനം ആവശ്യമാണ്. അതെന്തായാലും അതുണ്ടാകുമെന്ന് കരുതാം. വരുന്ന മിനിറ്റുകളിൽ കൃത്യമായൊരു ലൊക്കേഷനിലേക്ക് വന്നാൽ ഇനി വേഗത്തിൽ പരിശോധനയാണ്. അതിനാണ് രാവിലെ ഒരു ബൂം എക്സ്കവേറ്റർ കൂടി സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം ലൊക്കേഷൻ കൃത്യമാവുന്ന അനുസരിച്ച് പുഴയിലേക്ക് ഇറങ്ങി ഇന്നലെ നമ്മൾ കണ്ടതുപോലെയുള്ള ആ പരിശോധന കൂടുതൽ കൃത്യമായി പറയും. മാത്രമല്ല മറ്റെന്തെങ്കിലും സാധ്യതകൾ ഇനി വാഹനം ഉയർത്തുന്നതിന് ഉപയോഗിക്കപ്പെടുത്തുമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിൽ മഞ്ജുഷ സൂചിപ്പിച്ച ആ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതായത് കുത്തനെ പുഴയിലേക്ക് പതിച്ചുവെങ്കിൽ ക്യാബിൻ ഏറ്റവും അടിഭാഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റ് ചെരിഞ്ഞാണ് പതിച്ചിരിക്കുന്നതെങ്കിൽ മറ്റൊരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഈ രണ്ട് സാധ്യതകളും ഈ വാഹനം ഉയർത്തുന്നതിൽ വേണ്ടിവരും. ഇനി ഈ ഐബോർഡ് പരിശോധനയുടെ കൃത്യത അനുസരിച്ച് ആക്യുറസി പ്രകാരം അതിൻ്റെ ലൊക്കേഷൻ കൂടുതൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുക മുങ്ങൽ വിദഗ്ധരുടെ നിർണായക നീക്കമാണ്. അവർക്ക് ആദ്യം ക്യാബിനിലെത്തി വാഹനം ചെളിയിൽ പൂണ്ടാണോ കിടക്കുന്നത്, മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചാണോ, അതിലൊരു വ്യക്തത വന്നതിന് ശേഷം ക്യാബിനിലേക്ക് കടന്നുള്ള പരിശോധനയായിരിക്കും ആദ്യം നടത്തുക. അതിനുശേഷമായിരിക്കും വാഹനം കരയിലേക്ക് ഉയർത്തുക പോലെയുള്ള സാധ്യതകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്തായാലും അർജുനെ കണ്ടെത്തുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം വാഹനം വലിച്ചുയർത്തുന്നതിന് മറ്റ് നിരവധി കടമ്പകളുണ്ട്. ഒന്ന് പുഴയിലെ നീരൊഴുക്കാണ്. അതുകൊണ്ട് എന്ത് തരം സാധ്യതകൾ ഉപയോഗിച്ച് അത് വാഹനം കരയിലേക്ക് വലിച്ചു കയറ്റാൻ കഴിയും എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് തന്നെ അത് പോകുന്നു എന്നതാണ് നിലവിൽ ഈ 10ാം ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏറ്റവും വ്യക്തമായി വാഹനം പുഴയിലുണ്ട് എന്ന് വ്യക്തമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ രക്ഷാപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിക്കപ്പെടും എന്ന് കരുതാം. കാരണം കൂടുതൽ വ്യക്തത കൈവന്നു കഴിഞ്ഞു ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കൂടുതൽ വ്യക്തമായി ഇന്ന് തന്നെ നമുക്കൊരു ശുഭസൂചന പുറത്തു വരും. ഒരു സംശയവുമില്ല. അത് മാത്രമല്ല സജിത്ത്, ഇതിലൊരു പ്രധാന കാര്യം ഇന്ന് കാലാവസ്ഥ നന്നായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ശ്രീ ഇന്ദ്രബാലന്റെ മെസ്സേജ് ഈ വീഡിയോ ദൃശ്യങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ 1 മണി എന്നായിരുന്നു പറഞ്ഞത്, 1 മണിക്ക് തന്നെ ഈ ദൗത്യം തുടങ്ങുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ പോസിറ്റീവായുള്ള കാര്യമാണ്. ഇപ്പോൾ സച്ചിൻ ദേവ് MLA മാധ്യമങ്ങളെ കാണുകയാണ്. തോന്നുന്നു ഒരു 1.5 മണിക്കൂർ, ഞങ്ങളിപ്പോൾ 2 മണിക്കൂറോളമായി അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ഒരു വ്യാപകമായ മഴയിലേക്ക് പോയിട്ടില്ല. ഇപ്പം അന്തരീക്ഷം കുറച്ചുകൂടെ കാർമേഘം മൂടുന്നുണ്ട്. അതെങ്ങനെയാവുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരല്പസമയം നമുക്ക് ഈ ഒരു വർക്ക് സ്മൂത്തായി നടത്താൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഞങ്ങളൊക്കെ നിന്നതിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രതീക്ഷ നമ്മൾ അതിൻ്റെ നടപടികൾ സംബന്ധിച്ച് അവരാണ് ഔദ്യോഗികമായി ആ കാര്യങ്ങൾ പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ വന്ന ഘട്ടം മുതൽ, ഈ സംഭവം ഉണ്ടായ സന്ദർഭം മുതൽ കേരളീയരെല്ലാവരും ആ നിലയിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഉറച്ച് നമ്മൾ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സൈന്യം, അതോടൊപ്പം തന്നെ കർണാടക ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആ ടീം തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പ്രകാരമുള്ള ഡയറക്ഷൻസ് നിർബന്ധമായും ഇതിൻ്റെ ഭാഗമായിട്ട് അത് തന്നെയാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. എന്തായാലും ദൗത്യം അതിന്റെ പ്രതീക്ഷ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സച്ചിൻ ദേവ് MLA ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരും ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. ദൗത്യം അതിന്റെ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഡ്രോൺ പ്രവർത്തിച്ചു തുടങ്ങി, ഐബോർഡ് എന്ന സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങി. ഇത് അത്യപൂർവമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ വിജയകരമായി പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുമുണ്ട്. അതിൽ വിദഗ്ധൻ കൂടിയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കർണാടക സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു സംവിധാനം ഇപ്പോൾ